ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ജെമിനി ആപ്പിന്റെ മറ്റൊരു എക്സൈറ്റിംഗ് ഫീച്ചർ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഈ ഫീച്ചർ പാരന്റ്സിനും കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. ഗൂഗിൾ ജെമിനി ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റോറി ബുക്കും ഉണ്ടാക്കാൻ സാധിക്കും. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്കൊരു കഥയുടെ സാഹചര്യം മാത്രം ജെമിനിയോട് പറഞ്ഞാൽ മതി. കുട്ടികൾക്കായോ അല്ലെങ്കിൽ നമ്മുടേതായ ഇഷ്ടമുള്ള ഏതെങ്കിലും വിഷയമാകട്ടെ. പിന്നെ അതിനെ അടിസ്ഥാനമാക്കി ജെമിനി നമുക്ക് ചിത്രങ്ങളോട് കൂടിയ ഒരു ചെറിയ സ്റ്റോറി ബുക്ക് ഉണ്ടാക്കി തരുന്നു. കുട്ടികൾക്ക് ബെഡ് ടൈം സ്റ്റോറീസ് ഉണ്ടാക്കാനും സ്കൂൾ പ്രൊജക്റ്റുകൾക്കായും അല്ലെങ്കിൽ നമ്മുടേതായ ക്രിയേറ്റീവ് ഐഡിയാസ് പരീക്ഷിക്കാനും ഇതൊരു നല്ല ഓപ്ഷനാണ്. ഏറ്റവും നല്ലത്, ഇതെല്ലാം ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ റിസൾട്ട് കിട്ടും. ഒരു സ്റ്റോറി ബുക്ക് എങ്ങനെ ഈസിയായി ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ആദ്യമായി മൊബൈൽ ഫോണിൽ ഗൂഗിൾ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ ഉള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി ബുക്ക് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കഥയുടെ ഒരു സിറ്റുവേഷൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കും. പിന്നെ നിസ്സാര സമയത്തിനുള്ളിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ബുക്ക് തന്നെ ജെമിനി നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു തരും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുട്ടികളെ വായിച്ച് കേൾപ്പിക്കാം. അല്ലെങ്കിൽ അവിടെ ലിസൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ജെമിനി തന്നെ നമ്മളെ വായിച്ച് കേൾപ്പിക്കും. കാർത്തികയുടെ സ്നേഹക്കൂട്, കാർത്തികാസ് നെസ്റ്റ് ഓഫ് ലവ്. കാർത്തികയ്ക്ക് തന്റെ കുടുംബത്തെ ഒരുപാടിഷ്ടമായിരുന്നു. അച്ഛൻ ജിനേഷും അമ്മ സന്ധിയും ചേച്ചി ദേവുമായിരുന്നു അവളുടെ ലോകം. അവർ ഒരുമിച്ചിരിക്കുമ്പോൾ കാർത്തികയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. വൈകുന്നേരങ്ങളിൽ അച്ഛൻ വീട്ടിലെത്തുമ്പോൾ കാർത്തികയും ദേവുവും ഓടിച്ചെല്ലും. അച്ഛൻ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അച്ഛനോടൊപ്പം കളിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ ഈ സ്റ്റോറി വേറെ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ ആവശ്യമുള്ള മാറ്റം വരുത്തി ഒന്നും കൂടി എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലേ. കൂടാതെ എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്താക്കണേ.